ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ ദൈവ വചന ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ അനുഗ്രഹീതമായ ദൈവിക വചന ശുശ്രൂഷയിൽ, ധ്യാന ശുശ്രൂഷയിൽ ശ്രദ്ധയൂന്നി ദൈവിക വേലയിൽ ചേർന്നിരിക്കുന്നവരെ കൂട്ടിച്ചേർത്തുകൊണ്ടും ആത്മീക അനുഗ്രഹത്തിന്റെ പടവുകളിലേക്ക് ദൈവമക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നതുമായ കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ദൈവമക്കൾക്ക് വേണ്ടി ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ നിറവേറ്റുമ്പോൾ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷകൾ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമാകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തുടർന്നും ഈ ശുശ്രൂഷകളിലൂടെ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, മാറ്റത്തിന് വിധേയപ്പെടാൻ മനസ്സ് കാണിക്കുന്ന മനുഷ്യർ മഹത്വം ആർജിക്കും. എവിടെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായി എവിടെ ആയിരിക്കേണ്ടുന്നവരാണെന്നതും എങ്ങനെ ജീവിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായി എങ്ങനെ ജീവിക്കേണ്ടവരാണ് എന്നുള്ളതുമാണ് പ്രാധാന്യമുള്ളത്. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ തനിമ വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ ശുദ്ധമുള്ള വാങ്ങിപ്പ് പെരുന്നാളിനെ തുടർന്ന് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച, ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ നമുക്കായി ക്രമീകരിക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടെ ആ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ആയിരിക്കുന്നിടങ്ങളിൽ കണ്ണുകളെ അടച്ച് സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് കാണാം. കാൽവരിയുടെ മഹോന്നതങ്ങളിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ ക്രൂശിലേക്ക് നോക്കി ക്രൂശിന്റെ വചനം അവിടുത്തെ മക്കൾക്കായി അവിടുന്ന് നൽകുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഈ വചന ശുശ്രൂഷയിലൂടെ അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാൻ, അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മാനവമഹത്വം അവിടുന്ന് എടുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ളവരെ, സ്ഥാനമാനങ്ങൾ, അധികാര മോഹങ്ങൾ, ഇതെല്ലാം വലുതാകുക, ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അധികാരമോഹങ്ങൾക്കും വലിയവനാകുവാനുള്ള ആഗ്രഹങ്ങൾക്കും ഒന്നാമനാകുവാനുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് നമ്മൾ മാറ്റിവെക്കുമ്പോൾ ഇതിൽ നിന്നും ആത്മീയമായിരിക്കുന്ന ചില മോഹങ്ങളിലേക്ക് ദൈവജനം വളരണമെന്ന്, അതായത് സഹനത്തിന്റെ, കുരിശു വഹിക്കലിന്റെ, സമർപ്പണത്തിന്റെ, ചെറുതാകലിന്റെ വഴികളിലൂടെ സഞ്ചരിക്കണമെന്നും തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നവൻ ഈ വചനഭാഗത്തുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരുവാനായിട്ട് സാധിക്കുന്നത്? സ്വർഗരാജ്യത്തിലെ ഒരു ഓഹരി എങ്ങനെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും? സ്നേഹമുള്ളവരെ, ഈ വചനഭാഗങ്ങളിൽ തന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന 3-ാമത്തെ ഭാഗം ഓർമ്മപ്പെടുത്തി കഴിയുമ്പോൾ പിന്നാലെ സബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ഒരു യാചന സമർപ്പിക്കുകയാണ്. നാഥ, നിന്റെ ഇടത്തും നിന്റെ വലത്തും നീ മഹത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊരു ഓഹരി വേണം. കർത്താവ് തുടർന്ന് ശിഷ്യത്വത്തിന്റെ ചില പാഠങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാകണം സ്വർഗീയമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് ശിഷ്യന്മാർ എത്തിച്ചേരേണ്ടത്? ആയതുവഴി ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം
പരമപ്രാധാന്യമായ ലക്ഷ്യമായ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ പങ്ക് ചേരുവാനായിട്ടിടയാകുന്നത്. ഒരു ചിന്ത മാത്രം പ്രാർത്ഥനയോടെ പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ക്രിസ്തീയ ശിഷ്യത്വം അത് കുരിശിന്റെ വഴികളിലൂടെയാണ്. ക്രിസ്തീയമായിരിക്കുന്ന ശിഷ്യത്വത്തിലേക്ക് ശിഷ്യന്മാർ നടന്ന് അടുക്കുന്നത് കുരിശും വഹിച്ചുകൊണ്ടാകണം. അത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെ, തന്റെ കർമ്മ മണ്ഡലങ്ങളിലൂടെ. ക്രിസ്തുവിന്റെ കുരിശ് വഹിക്കാത്തവർക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുവാനായിട്ട് സാധിക്കുകയില്ല. അവിടുന്ന് പീഡനങ്ങൾ സഹിക്കുമെന്നും കൊല്ലപ്പെടുമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കർത്താവ് പറയുമ്പോൾ ഈ കുരിശിന്റെ വഴികൾ, സഹനത്തിന്റെ കഷ്ടതയുടെ വഴികൾ അവൻ ഏറ്റെടുത്തത് കൊണ്ടാണ് പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും സാത്താന്റെ അടിമത്തത്തിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തത്, നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് ആയത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സാത്താന്റെ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന്, അവന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് വിജയം വരിച്ച് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേരണമെങ്കിൽ ക്രിസ്തു വഹിച്ചതുപോലെ കുരിശിന്റെ വാഹകരായി നമ്മൾ ഓരോരുത്തരും മാറണം. എങ്ങനെയാണ് കുരിശിന്റെ വാഹകരായി നമുക്ക് മാറുവാനായിട്ട് സാധിക്കുന്നത്? എപ്രകാരമായിരിക്കണം കുരിശിന്റെ വഴികളിലൂടെ ദൈവത്തിന്റെ മക്കൾക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുന്നത്? കർത്താവ് പറയുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, അവർക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, തുടർന്ന് കർത്താവ് പറയുകയാണ്, എന്റെ വലത്തും എന്റെ ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, അത് ആർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നുവോ അത് അവർക്ക് കിട്ടും. ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നുവോ എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗീയമായിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ഒരു രക്ഷയുടെ അനുഭവമുണ്ട്. ഈ അനുഭവത്തിലേക്ക് നടന്ന് അടുത്തു വരുവാൻ ഒരു പാനപാത്രം, ഒരു മാമോദീസ, ഒരു സ്നാനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ പാനപാത്രം? 116 സങ്കീർത്തനത്തിന്റെ 13 ശുദ്ധമുള്ള വചനം, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഈ പാനപാത്രം അത് രക്ഷയുടെ പാനപാത്രമാണ്. ആയതുകൊണ്ട് തന്നെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആ നാമത്തിലൂടെ വിജയം കൈവരിച്ചുകൊണ്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ശുദ്ധമുള്ള 75 സങ്കീർത്തനത്തിന്റെ 8 വചനം, യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞ് നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിനെ മട്ട് വലിച്ചു കുടിക്കുന്നു. പാപത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ പാപത്തിൽ നിന്നും മോചനം നേടിത്തരാൻ ഒരു പാനപാത്രം നമുക്കായി നൽകിയവനാണ് കർത്താവ്. ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ കാണുന്നുണ്ട്, ശുദ്ധമുള്ള യിരെമ്യാവിന്റെ പുസ്തകം 25:15 വചനം, ക്രോധത്തിന്റെ അടയാളമായിട്ട് ഈ പാനപാത്രത്തെ കാണുവാനായിട്ട് സാധിക്കും. ഈ 3 വചനഭാഗങ്ങളെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇതും കർത്താവിന്റെ കുരിശുമരണത്തിലേക്ക് നാന്ദി കുറിക്കുന്ന ഒരു സൂചകമാണ്. പ്രിയപ്പെട്ടവരെ, അത് പാപത്തിന്റെ പരിഹാരമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ശുദ്ധമുള്ള യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തിന്റെ 4-5 തിരുവചനങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ആ പാനപാത്രത്തിന്റെ അനുഭവത്തിലൂടെ, അതായത് കുരിശിന്റെ സഹനത്തിന്റെ കഷ്ടതകളുടെ വഴികളിലൂടെ നമ്മളും ക്രിസ്തീയമായ അനുഭവത്തിൽ സ്വർഗരാജ്യത്തിന്റെ ആഹ്രയിൽ എത്തിച്ചേരുകയാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്നാനത്തെ പറ്റി ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 12:50 വചനം പറയുന്നു, എനിക്ക് ഒരു സ്നാനം ഏൽക്കുവാനുണ്ട്,
അതും കർത്താവിന്റെ കുരിശ് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 4:11 പറയുന്നു, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. എന്താണ് ലക്ഷ്യം? യേശുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടണം. യേശുവിന്റെ ജീവൻ ഒരുവനിൽ വെളിപ്പെടുമ്പോൾ അവൻ സ്വർഗീയമായിരിക്കുന്ന അവകാശം പ്രാപിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടണം. അത് നമ്മുടെ കർമ്മ പദ്ധതികളിലൂടെ, കർമ്മ മണ്ഡലങ്ങളിലൂടെ ക്രിസ്തീയമായിരിക്കുന്ന ശിക്ഷത്വം, കുരിശുകൾ, കഷ്ടതകൾ, സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാകണം. മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാൻ നമ്മുടെ ജീവിതം മാറ്റിവെക്കണം. കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് മുറിഞ്ഞു കൊടുക്കുവാൻ, ഒന്ന് ചെറുതാകുവാൻ ഞാൻ തയ്യാറെടുക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ ഞാൻ വലിയവനായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, കൊലോസ്യർ 1:24 വചനം പഠിപ്പിക്കുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. പൗലോസിന്റെ വലിയൊരു തീക്ഷ്ണതയാണ് ഈ വചനത്തിലൂടെ നാം കാണുന്നത്. ഒരു നല്ല പട്ടാളക്കാരൻ തന്റെ നിരന്തരമായ പരിശീലനങ്ങളിലൂടെ, അഭ്യാസ പ്രകടനങ്ങളിലൂടെ അവൻ ഒരു നല്ല പടയാളിയായി തീരുന്നു. ഒരുപക്ഷെ മരണം വരെ അവന് നേരിടേണ്ടി വന്നേക്കാം, എങ്കിലും അവൻ ഒരു നല്ല പടയാളിയായി മാറുന്നു. സ്വർഗരാജ്യത്തിൽ ഒരു നല്ല പടയാളിയായിട്ട് നമുക്ക് മാറാം. സ്നേഹമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ വലിയ ഓഹരി പ്രാപിക്കുവാൻ നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനുവേണ്ടി കർത്താവിന്റെ പാനപാത്രം ഏറ്റെടുക്കാൻ, കർത്താവ് ഏറ്റതുപോലെ സ്നാനം അത് ഏറ്റുകൊണ്ട് സഭയോട് ചേർന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പടയാളികളാണ്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വാക്കുകളിലൂടെയല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളിലും കുരിശ് ഏറ്റെടുക്കുവാൻ, വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ, കഷ്ടതകൾ നേരിട്ടപ്പോഴും തന്റെ കുരിശിനെ മുറുകെ പിടിച്ചതുപോലെ കുരിശിന്റെ വഴികളിലൂടെ ചരിക്കുവാൻ ഞങ്ങളിൽ കരുണ തോന്നണമേ, ഞങ്ങളിൽ കൃപയായിരിക്കണമേ. ആ സബദിപുത്രന്മാരുടെ യാചന പോലെ ഞങ്ങൾക്കും സ്വർഗരാജ്യത്തിൽ ഒരു നല്ല ഓഹരി നൽകുവാനായിട്ട് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ കരുണ തോന്നണമേ, ഞങ്ങളിൽ മനസ്സലിയണമേ, ഞങ്ങളെ വഴി നടത്തണമേ. പീഡനങ്ങൾ ഏൽക്കുവാൻ, സഹനങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം കരുണകൾ ചൊരിഞ്ഞ് ഞങ്ങൾ വഴി നയിച്ച് രക്ഷയുടെ അനുഭവം, ആ പ്രത്യാശയോടെ ഈ ലോക ജീവിതത്തെ ക്രമീകരിക്കുവാൻ, അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന കിരീടം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.